നമസ്കാരം. സലാറിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ കൂടുതലായിട്ടൊരു റിവ്യൂ പോലെ ഒന്നും പറയാനില്ല. പടം ഇറങ്ങി അത്യാവശ്യം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ റിവ്യൂക്ക് വലിയൊരു വാലിഡിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചിത്രം കണ്ടപ്പോൾ ഞാൻ ശനിയാഴ്ച തന്നെ സിനിമ കണ്ടപ്പോൾ തോന്നിയ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ആസ് എക്സ്പെക്റ്റഡ് സിനിമയുടെ പല ഷൂട്ടിംഗ് സ്റ്റിൽസ് ഇറങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞാണ് പ്രശാന്ത് നീലിൻ്റെ ആദ്യത്തെ സിനിമയായ ഉഗ്രത്തിൻ്റെ ഒരു റിപ്പ് ഓഫ് ആയിരിക്കും ചിത്രം എന്നുള്ളത്. പിന്നീട് ഇറങ്ങുന്നതിന് റിലീസിന് കുറച്ച് മുന്നോടിയായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ പ്രശാന്ത് നീൽ പറയുകയും ചെയ്തു താൻ ഉഗ്രത്തിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചോ അതിൻ്റെ ഒരു ലാർജർ ക്യാൻവാസ് ആയിരിക്കും സലാർ എന്നുള്ളത്. അത് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം സലാറിൻ്റെ ആദ്യ പകുതി രണ്ട് പകുതിയായിട്ട് തന്നെ നമുക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ രണ്ട് പകുതിയെ കാണുന്ന പോലെ തന്നെ സലാറിൻ്റെ കഥയും വേണമെങ്കിൽ അങ്ങനെ തന്നെ വിഭജിക്കാം. രണ്ട് പകുതിയായിട്ട് തന്നെ എടുക്കാം. ആദ്യത്തെ പകുതി എന്ന് പറയുന്നത് നായകനുള്ള ബിൽഡപ്പാണ്. നായകനായ ദേവ എന്ന കഥാപാത്രം, പ്രഭാസ് അവതരിപ്പിച്ച ദേവ എന്ന കഥാപാത്രം ആരാണ് എന്താണെന്നുള്ള സൂചന അതിൻ്റെ മാക്സിമം ബിൽഡപ്പ് തന്ന് ഒരു പീക്ക് മൊമെന്റിൽ എത്തുന്നിടത്താണ് ആ ചിത്രത്തിന് ഇൻ്റർവ്യൂവിൽ വരുന്നത്. അതിലേക്കുള്ള ബിൽഡപ്പ്, ആ ദേവയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതുവരെ അയാൾ ഈ ഒളിച്ചും പാത്തും തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് നടക്കുന്നൊക്കെ രംഗങ്ങൾ, അതിൻ്റെ ഒരു വേർഷൻ പണ്ട് ഉഗ്രം കണ്ടവർക്ക് ഹൈലി റിലേറ്റബിൾ ആണ്. ഉഗ്രം സിനിമയിലുള്ള പോലെ തന്നെ ഇടത്തെ കൈ മറച്ചുകൊണ്ടാണ് പ്രഭാസിൻ്റെ ക്യാരക്ടറും ഈ ചിത്രത്തിൽ നടക്കുന്നത്. പക്ഷേ ഉഗ്രത്തിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഡ് ഓൺ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിന് വേറൊരു സ്ഥലത്താണെങ്കിൽ സലാറിലെത്തുമ്പോൾ അത് കാൻസാർ എന്ന് പറയുന്ന വലിയൊരു ലോകമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ച പോലെ ഒരു വേൾഡ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ട പോലെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രശാന്ത് നീൽ സലാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യ പാക് ബോർഡറിനടുത്ത് കിടക്കുന്ന ഒരു ഇമാജിനറി കൺട്രി, 3 ഗോത്രങ്ങൾ കൂടിയാണ് ആ സാമ്രാജ്യം വികസിപ്പിക്കുന്നത്. ഒരു 100-300 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രമൊക്കെ ആയിട്ട് ഒരു വോയിസ് നറേഷൻ നടന്നു പോകുന്നുണ്ട്. ചെറുതായിട്ടൊരു വിഷ്വലൈസ് ചെയ്തിട്ടൊക്കെ ഒരു നറേഷൻ ഉണ്ട്. അതിൽ 3 ഗോത്രങ്ങളാണ്: ഗണ്യാർ, മണ്ണാർസി, ശൗരാംഗ. ഇങ്ങനെ 3 ഗോത്രങ്ങൾ കൂടി ഉണ്ടാക്കി വെച്ച ഒരു സ്വന്തം ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അവരുടേതായ നിയമസംഹിത ഫോളോ ചെയ്തുകൊണ്ട് പുറം രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സംസർഗം തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ളതെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് ഒരു ഓട്ടോണമസ് പവർ ഒരു 3 ട്രൈബുകൾ തമ്മിൽ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ബിൽഡപ്പ്. ആ ഒരു കാൻസാർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ബിൽഡപ്പ് തന്നെ കാണിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഓഫ് ഇറ്റ് കൈൻഡ്സ് വേൾഡ് അല്ല പ്രശാന്ത് നീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ വക്കാൻഡ. MCU മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമ്മൾ വക്കാൻഡ എന്ന് പറഞ്ഞ രാജ്യം കണ്ടിട്ടുണ്ട്. പുറം രാജ്യങ്ങളൊക്കെ ആയിട്ട് യാതൊരുവിധ ഡയറക്റ്റ് ഡീലിംഗ് ഇല്ലാത്ത ഒരു രാജ്യമായിട്ടാണ് വക്കാൻഡയെ കാണിക്കുന്നത്. അവിടെ സൂപ്പർ പവേഴ്സ് ഉള്ളതാണെങ്കിൽ ഇവിടെ സൂപ്പർ പവറും അല്ല, വയലൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ സംഘം ചേർന്ന് താമസിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് കാൻസാറിനെ കാണിക്കുന്നത്. ട്രെയിലറിൽ കാണിച്ച പോലെ വരദരാജ മണ്ണാർ എന്ന പുതിയ കിരീടാവകാശി, അതായത് പുതിയതായിട്ട് ആ രാജ്യം ഭരിക്കാൻ അവകാശപ്പെട്ട പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് ഒരു പ്രശ്നം വരികയും അതിന് നേരിടാൻ സഹായത്തിനായി അയാൾ ചെല്ലുന്നത് തൻ്റെ ബാല്യകാല സുഹൃത്തായ തനിക്ക് എന്തൊരാവശ്യത്തിനും താൻ എത്തിക്കൊള്ളാം എന്ന വാക്ക് നൽകിയിട്ടുള്ള ദേവ എന്ന കൂട്ടുകാരൻ്റെ അടുത്താണ്. ട്രെയിലറിൽ കണ്ട പോലെ ബാക്കി എക്സ്പെക്റ്റഡ് ആണ്. നമുക്കിതിൽ കാണുന്ന പോലെ ആരും ചിന്തിക്കാത്ത രീതിയിൽ ഇമാജിനേഷൻ അപ്പുറം നിൽക്കുന്ന ട്വിസ്റ്റ് ഒന്നും ചിത്രത്തിലില്ല. പ്രശാന്ത് നീലിൻ്റെ സിഗ്നേച്ചറായ ഒരു ബ്ലാക്ക് ഗ്രേയിഷ് ടോണിലുള്ള കുറേ ക്യാരക്ടേഴ്സ്, ഹൈലി എക്സാജറേറ്റഡ് റിയാക്ഷൻ തരുന്ന കുറേ എക്സ്ട്രാസ്, അതേപോലെ തന്നെ പീക്ക് ബിൽഡപ്പ് തരുന്ന കുറേ സീൻസ്, സിറ്റുവേഷൻസ് ഒക്കെ സലാറിലും ഉണ്ട്. ഒരു പോയിന്റ് കഴിയുമ്പോൾ പക്ഷേ KGF ആയിട്ടുള്ള ഒരു താരതമ്യമാണ് സ്വാഭാവികമായിട്ട് നടക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഏതൊരു സംവിധായകൻ്റെയും ഏതൊരു നടൻ്റെയും സിനിമ ഇറങ്ങുമ്പോൾ അയാളുടെ പോയ കാലത്തെ തൊട്ട് മുമ്പത്തെ സിനിമയായിട്ടാവും ഡയറക്റ്റ് കമ്പാരിസൺ വരാം. പ്രശാന്ത് നീലിൻ്റെ കാര്യത്തിൽ അത് കൂടും. കാരണം KGFൻ്റെ മോഡൽ ഓഫ് എഡിറ്റ്, KGFൻ്റെ മോഡൽ ഓഫ് ഒരു യൂണിവേഴ്സ് തന്നെയാണ് സലാറിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ഇതിനെപ്പറ്റി KGFും സലാറും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ആൾക്കാർക്ക് ഇതെല്ലാം ഒരു ഷെയർഡ് യൂണിവേഴ്സ് ആണോ എന്ന് തോന്നിപ്പോവും. ലിയോ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞിരുന്നു ലിയോ വിക്രമായിട്ട് ഒരു ഫോഴ്സ്ഫുൾ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ. ആക്ച്വലി അത്തരത്തിൽ യാതൊരു വിധ ഫോഴ്സ്ഫുൾനെസ്സും ഒരു നിർബന്ധിത ബുദ്ധി ആവശ്യമില്ലാതെ തന്നെ ആക്ടേഴ്സിൻ്റെ, ഇപ്പോൾ KGFിൽ ആദ്യ ഭാഗത്ത് വില്ലനായി വന്ന ഗരുഡയായിട്ട് അഭിനയിച്ച നടൻ ഈ ചിത്രത്തിൽ മറ്റൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അതേപോലെ KGF 2 ഈശ്വരി റാവു ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ വേറൊരു കഥാപാത്രമായിട്ട്, അതായത് നായകൻ്റെ അമ്മയായിട്ട് സലാറിലും അവരുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ സെപ്പറേറ്റ് ക്യാരക്ടേഴ്സായിട്ട് വെച്ചിട്ട് ഭാവിയിൽ KGF ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും സലാറിലുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം ഈ പറഞ്ഞ പോലെ മേക്കിങ്ങും എഡിറ്റിങ്ങും ഈവൻ ചില സമയത്തുള്ള ആക്ടേഴ്സിൻ്റെ ഒരു റിയാക്ഷൻ, അതായത് ഈ എക്സ്ട്രാ ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഹീറോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കണ്ട് ഞെട്ടുന്ന ആൾക്കാർ, ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റൈൽ പോലും ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട് നമ്മുടെ
KGF-ന്റെ ഒക്കെ ആയിട്ട്. സോ ഈസിലി ഇതൊരു യൂണിവേഴ്സാണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് വേഗം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാണ് അതങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ പ്രശാന്ത് നീൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരിക്കലും കംഫർട്ടബിൾ അല്ലാത്തൊരു സംഭവമാണ്. യൂണിവേഴ്സ് കോൺസെപ്റ്റ് ഇഷ്ടമാണെങ്കിലും തന്നെ കൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടം. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ യൂണിവേഴ്സ് ആക്കാനുള്ള ഒരു സാധ്യത ഈ ചിത്രത്തിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞാൽ ഉഗ്രത്തിലേക്ക് കാര്യമായിട്ട് ഫോക്കസ് ചെയ്തപ്പോൾ ആദ്യ പകുതിയുടെ ഒരു തീരുകയും ഇതിന്റെ കഥ എന്ന് പറയുന്നത് രണ്ടാം പകുതിയിൽ കാൻസാറിന്റെ ലോകം കാണിക്കുകയാണ്. ഒരു വേൾഡ് ബിൽഡിംഗ് എന്നുള്ള നിലയ്ക്ക് അടുത്ത പാർട്ടിലേക്ക് ഒരു ബിൽഡപ്പ് എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രശാന്ത് നീൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പിക്കൽ കന്നഡ ബൈ റൂട്ട് പ്രശാന്ത് നീൽ ഒരു കന്നഡികനാണ്. സോ അദ്ദേഹത്തിന്റെ ഓഡിയൻസിനും കൂടി രുചിക്കുന്ന രീതിയിൽ കന്നഡ, തെലുങ്ക്, തമിഴ് ഇൻഡസ്ട്രീനൊക്കെ രുചിക്കുന്ന രീതിയിൽ ഒരു ലാർജർ ദാൻ ലൈഫ്, അതായത് പടത്തിന്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയപ്പോൾ ഡൈനോസർ ആയിട്ടാണ് പ്രഭാസിന്റെ ക്യാരക്ടറിനെ കമ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഡൈനോസർ എന്നുള്ളതിനെക്കാട്ടും ഉപരി ഒരു ഗോഡ്സില ലെവലിലാണ് ക്യാരക്ടറിനെ കാണിക്കുന്നത്. സോ അയാൾ കാണിക്കുന്നത് ലോജിക്കലി സിങ്ക് ആയില്ലെങ്കിലും വിഷ്വലി നല്ല അപ്പീലിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പാളിച്ച പറ്റിയത് KGF പോലൊരു ടൈറ്റ് സ്ക്രീൻ പ്ലേ ഇതിൽ മിസ്സിംഗ് ആണ്. ഉള്ളത് വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. സ്റ്റിൽ ഒരു ഫ്ലോ കുറവുണ്ട്. KGF 1 ആണെങ്കിലും 2 ആണെങ്കിലും അതിലുണ്ടാക്കിയിരുന്ന ഒരു ക്യൂരിയോസിറ്റി, ആ കഥ നറേറ്റ് ചെയ്ത് പോകുന്ന ഫ്ലോ സലാറിൽ പലപ്പോഴും മിസ്സിംഗ് ആണ്. ചില ഡ്രാഗിനെസ്. പിന്നെ ഞാൻ മലയാളം വേർഷനാണ് കണ്ടത്. ഇനിയിപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ഇഷ്യൂ കാരനാണെന്ന് അറിയില്ല. ചില ഡയലോഗിൽ പോലും ഒരു ഏച്ചുകെട്ടൽ, ഒരു ക്രിഞ്ചിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിലുള്ള റിയാക്ഷനിൽ നിന്നും മനസ്സിലായതാണ് ആ സമയത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രഭാസിനെ ബാഹുബലിക്ക് ശേഷം ഒരു ഔട്ട് ആൻഡ് ഔട്ട് പക്ക മാസ് ലുക്കിൽ, അതായത് നല്ല ഫിറ്റ് ലുക്കിൽ പ്രഭാസിനെ കാണിക്കുകയും അത് അയാളുടെ ഒരു മാസ് അപ്പീൽ മാക്സിമം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രശാന്ത് നീൽ എടുത്തതിനും സലാറിന് കയ്യടിയുണ്ട്. പൃഥ്വിരാജിന് ഈ ഭാഗത്ത്, അതായത് ഈ ഒരു ഉഗ്രം സിനിമയുടെ ഒരു പ്ലോട്ട് ലൈൻ പോലെ തന്നെ ട്രെയിലറിൽ പറയണ പോലെ തന്നെ രണ്ട് സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന കഥയാണ്. അപ്പൊ ഈ ഭാഗത്ത് അവര് സുഹൃത്ത് ബന്ധത്തിന്റെ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി എന്താണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്ത പോലെ സലാർ പാർട്ട് 2 ശൗര്യാംഗപർവം എന്ന ഭാഗം കൂടി ഇറങ്ങിയാൽ നമുക്ക് അതിനൊരു ക്ലാരിറ്റി വരുള്ളൂ. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് സലാർ 1ാം ഭാഗം നിർത്തുന്നത്. നായികയായ ശ്രുതി ഹാസന്റെ കഥാപാത്രം എന്ത് തെറ്റാണ് അവിടെയുള്ളവരോട് ചെയ്തത്, ആ കഥാപാത്രത്തെ വേട്ടയാടാൻ കൊല്ലാനൊക്കെ ആയിട്ട് വില്ലന്മാരുടെ ഒരു സെക്ഷൻ ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചിത്രത്തിന്റെ കഥ തുടങ്ങുന്നത്. സിമിലർ പ്ലോട്ട് ഫ്രം ഉഗ്രത്തിലും ഇതേപോലെ ഒരു സമാനമായ രീതിയിലാണ് നായിക കൊല്ലാൻ നോക്കുന്നത്. പക്ഷെ അതിലൊരു ഫ്ലാഷ് ബാക്ക് ഓൾറെഡി തരുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന്. ഇവിടെ അതിപ്പോഴും തന്നിട്ടില്ല. സോ അടുത്ത ഭാഗത്ത് അതിനൊരു ഉത്തരം തരുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു മേജർ ഫാക്ടർ മിസ് ചെയ്യണത് രവി ബസ്രറാണ്. KGF 2 തിയേറ്റർ വാച്ച് ചെയ്തവർക്ക്, KGF ഞാൻ എടുത്ത് പറയുന്നില്ല, KGF 2 എന്ന് എടുത്തു പറയാൻ കാരണം അതിൻ്റെ KGF-നെക്കാട്ടും സ്റ്റോറി വൈസ് ഇത്തിരി വീക്കാണെങ്കിലും ഒരുപാട് ഇടങ്ങളിൽ ചിത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം അതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വല്ലാണ്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. KGF ചാപ്റ്റർ 2 വല്ലാണ്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. യഷ് അവതരിപ്പിച്ച റോക്കി എന്ന ക്യാരക്ടറിന് ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് നൽകാൻ അതിലത്തെ മ്യൂസിക് വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരുടെയും റിംഗ് ടോൺ ആയിട്ടോ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലോ പോലും അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടക്കം ഉണ്ടാവും. എന്നാൽ സലാറിലേക്ക് വരുമ്പോൾ സൗണ്ട് ഓഫ് സലാർ എന്നൊരു BGM, അതിപ്പോൾ നമുക്കറിയാം ഒരുവിധം അത്യാവശ്യം വൈറലായ സംഭവമാണ് സൗണ്ട് ഓഫ് സലാർ എന്ന് പറയുന്ന BGM. പിന്നെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്ങും ഒഴികെ ബാക്കി മ്യൂസിക്കുകളൊക്കെ വെറും പ്ലെയിൻ ആണ്. അതായത് രണ്ടാം പകുതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഇന്റർവെലിനോട് എൻഡിൽ ഈ ഡൈനോസറിനെ അൺലീഷ് ചെയ്യുന്നിടത്ത് പിന്നെ ക്ലൈമാക്സ് വരെ ഈ ക്യാരക്ടറിൻ്റെ ഒരു വേട്ട എന്നൊരു ലൈനാണ്. പക്ഷെ പല സീനുകളിലും ട്രെയിലറിൽ കണ്ടൊരു ടൈപ്പ് ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ സീനുകളിൽ പോലും BGM ശരിക്കും പറഞ്ഞാൽ ശരാശരി അതിന് താഴേക്ക് ആയിപ്പോയി എന്ന് പറയാം. KGF പോലെ വർക്ക് ചെയ്ത രവി ബസ്രറാണ് ഇതിന് ചെയ്തതെന്ന് വിശ്വസിക്കാൻ തോന്നില്ല. അല്ലെങ്കിൽ KGF പോലെ ഒരു മ്യൂസിക്കൽ വർക്ക് അപ്രൂവ് ചെയ്ത പ്രശാന്ത് നീൽ സലാറിന്റെ മ്യൂസിക് കണ്ടിട്ട് എന്തുകൊണ്ട് മാറി ചിന്തിച്ചില്ല എന്നാരെങ്കിലും ചോദിച്ചാൽ തന്നെ അതിൽ അതിശയോക്തിയില്ല. കാരണം അത്തരത്തിൽ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു 10ൽ 3 മാർക്കിൽ നിൽക്കുന്ന സീനുകളെ തൻ്റെ മ്യൂസിക് കൊണ്ട് 7 മാർക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന രവി ബസ്രൂറിൻ്റെ ഒരു മാജിക് സലാറിൽ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ കാര്യം അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു സപ്പോർട്ടിങ് റോളാണ്. പക്ഷെ പ്രഭാസിന്റെ ഒരു ആകാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മുടെ പൃഥ്വിരാജ് അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ചിത്രത്തിൽ പലപ്പോഴും മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് യുവ നടന്മാരിൽ തന്നെ അല്ലെങ്കിൽ മൊത്തം നടന്മാരിൽ എടുത്താൽ തന്നെ നല്ല രീതിയിലൊരു ഫിസിക്കുള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. പക്ഷെ പൃഥ്വിരാജിനെക്കാട്ടും ഇരട്ടി ഫിഗറുള്ള ആളായിട്ടാണ്. ഓഫ് കോഴ്സ് നായക കഥാപാത്രമാണ്, സഹനടനെക്കാട്ടും കൂടുതൽ തോന്നിയേ പറ്റൂ. എന്നാൽ ഇത്രയും ഒരു അന്തരം ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നില്ല.
പക്ഷെ പൃഥ്വിരാജും പ്രഭാസും തമ്മിൽ നല്ല രസകരമായ ഡയലോഗ് രംഗങ്ങളുണ്ട് ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ ഇടയിൽ. ഇവർ തമ്മിലൊരു ഫാൻസിന് ബേസ് ചെയ്തുള്ള ഡയലോഗ്. അതേപോലെ തന്നെ പൃഥ്വിരാജിന് നല്ലൊരു ആക്ഷൻ സെറ്റ് പീസ് വെച്ചിട്ടുണ്ട്, ചെറുതാണെങ്കിലും നല്ലൊരു ആക്ഷൻ സെറ്റ് പീസ് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ പുതിയ മുഖത്തിലൊക്കെ കണ്ടു മറന്ന പൃഥ്വിരാജ് എന്ന ആക്ഷൻ ഹീറോയെ വീണ്ടും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാൻ തോന്നും. എന്തായാലും സലാർ KGF ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല. പക്ഷെ അത്തരത്തിലൊരു മൈൻഡ് സെറ്റില്ല, അത്തരത്തിലൊരു പ്രശാന്ത് നീലിൻ്റെ ലോകം ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ആദ്യ ഭാഗത്തിലെ പാളിച്ചകളൊക്കെ മറികടന്നിട്ട് രണ്ടാം ഭാഗം ശൗര്യാംഗ പർവ്വം ഇറങ്ങട്ടെ എന്നും ആ പാർട്ട് 2 കാത്തിരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് എന്ന് ഞാൻ അറിയിച്ചതുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക.